ജമ്മു കാശ്മീർ ചീഫ് മിനിസ്റ്റർ ഷെയ്ഖ് അബ്ദുള്ള ലയൺ ഓഫ് കാശ്മീർ എന്ന് അദ്ദേഹത്തെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കൺവെൻഷനിൽ വന്ന് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സെക്യൂരിറ്റി ഒന്നും അറേഞ്ച് ചെയ്യാൻ ഒക്കുകയില്ല. രണ്ടാമത് ഞങ്ങൾ സെക്യൂരിറ്റി അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സ്റ്റേജിൽ ഞങ്ങളുടെ കൺവെൻഷനിൽ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി ആക്കപ്പെട്ടവരും വചനം ശുശ്രൂഷിക്കാൻ ദൈവാത്മാവ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു, അല്ലാതെ ആരും സ്റ്റേജിൽ കയറാൻ ഒക്കുകയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റേജിൽ ഒക്കുകയില്ല. യോഗം കഴിഞ്ഞിട്ട് ആ കോമ്പൗണ്ടിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ അങ്ങേ കോണിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഉണ്ടാക്കിയാൽ ഒക്കും, അല്ല ഞാൻ അനുവദിക്കുകയെന്ന് പറഞ്ഞു. ഒടുവിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻ അവറിൽ നിങ്ങൾ പഴയ റെക്കോർഡ് ചെക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. 77-78 റെക്കോർഡ് ചോദിച്ചാൽ കിട്ടും. ഒരാൾ കേരളക്കാരനായ ഒരാൾ ജമ്മു കാശ്മീർ ചീഫ് മിനിസ്റ്ററെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു. 7 ദിവസം ക്വസ്റ്റ്യനിങ് നടന്നു. പാർലമെൻറ്റ് സ്പീക്കർ ആളിനെ അയച്ചു. ഞങ്ങളുടെ അവിടെ വന്ന് ചോദ്യം ചെയ്തു. ഞാൻ പറഞ്ഞു മനുഷ്യനായ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കുന്നത് പ്രവേശിക്കുവാൻ അവകാശം. അദ്ദേഹം പറഞ്ഞു 7 ദിവസത്തിനകം എന്നെ ജമ്മു കാശ്മീരിൽ നിന്ന് ഓടിക്കുമെന്നാണ്. എന്നാൽ കൃപയാൽ ഞാൻ ഇന്നും ജമ്മു കാശ്മീരിൽ തന്നെയുണ്ട്. എന്നാൽ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് ചീഫ് മിനിസ്റ്ററോട് പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. ഞാൻ ഒടുവിൽ ടെലിഫോൺ ചെയ്തു. അപ്പോൾ അയാളുടെ പേഴ്സണൽ ഓഫീസർ പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു അതേ ശാമുൽ തന്നെയാണോ, നിങ്ങളത് തന്നെയാണോ എന്നെ നിങ്ങളുടെ അവിടെ വരാനിരിക്കുന്നത്? ഞാൻ പറഞ്ഞു അത് തന്നെ, ഞാൻ തന്നെ. അതിൽ പിറ്റേ ദിവസം ചെന്നപ്പോൾ 3 മിനിസ്റ്റേഴ്സ് കൂടി എന്നെ സ്വീകരിച്ചു. എൻ്റെ കൂടെ വേറൊരു കർത്താവിൻ്റെ ദാസൻ ഒരാളുണ്ടായിരുന്നു. 1.5 മണി അദ്ദേഹം പറഞ്ഞു എന്നോട് പറഞ്ഞത്, നീ ഇത്ര കഠിനനായിരിക്കുന്നത് എന്ത്? ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ഞങ്ങൾക്ക് എന്നെ ക്രിസ്ത്യാനികൾ എത്ര പേര് വിളിക്കുന്നു, എനിക്ക് അവിടെ എല്ലാം വീടുണ്ട്. ഇന്ത്യയിലും എത്ര പേര് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് എൻ്റേതല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റേതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്നെ പറയുന്നതിൽ ഏതോ കാര്യമുണ്ട്. 1.5 മണിക്കൂർ കർത്താവിൻ്റെ സുവിശേഷം അദ്ദേഹത്തോട് പറയുവാൻ കർത്താവ് ഇടയാക്കി. അതിനുശേഷം ഒരു വേദപുസ്തകം കൊടുത്തപ്പോൾ അദ്ദേഹം തലയിലെടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞു തലയിൽ വെച്ചുകൊണ്ട് പ്രയോജനമില്ല, അതിനനുസരിച്ച് ജീവിപ്പാനിടയാണ്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ ഫറൂഖ് അബ്ദുള്ള ചീഫ് മിനിസ്റ്റർ ആകാൻ ആയി. ഉടനെ ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു AM ഷാമിലിനെ വിളിക്കണേ. AM ഷാമിൽ വന്ന് ഫറൂഖ് അബ്ദുള്ളയ്ക്ക് പബ്ലിക്കായി ഫറൂഖ് അബ്ദുള്ളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 10-12 പേര് വന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എന്തുവാ ചെയ്യേണ്ടത്? എന്നെ പറഞ്ഞു സ്റ്റേജിൽ അയാൾ സത്യപ്രതിജ്ഞ സ്റ്റേജിൽ ഗവർണർ കാണും, അവിടെ ചീഫ് ജസ്റ്റിസ് കാണും, ഷെയ്ഖ് അബ്ദുള്ള ചീഫ് മിനിസ്റ്റർ കാണും, പിന്നെ നിങ്ങളും കാണും, പിന്നെ ഇമാമും കാണും. അപ്പോൾ എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു. ഉടനെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ പരസ്യമായി അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു കർത്താവ് ഇതെന്തുവാ? ഞാൻ പറഞ്ഞു എന്നേക്കാൾ എത്രയോ വലിയ ബിഷപ്പന്മാരൊക്കെ ഉണ്ട്, അവരെ എന്താ വിളിക്കാത്തത്? ഉടനെ പറഞ്ഞു ഷെയ്ഖ് അബ്ദുള്ളയുടെ ഇഷ്ടമാണ്, നിന്നെ വിളിക്കണം, നീ ഒരു കർത്താവിൻ്റെ ദാസനാണ്. ഞാൻ കർത്താവിനെ വിളിച്ച് കർത്താവ് എന്തോ? ഉടനെ കർത്താവ് പറഞ്ഞു ഫ്രണ്ട് ഡോറിൽ കൂടെ വേർപാട് തകർക്കാനായിട്ട് വന്നു, നീ അനുവദിച്ചില്ല, ബാക്ക് ഡോറിൽ കൂടെ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു, പുറയിലത്തെ വാതിലിൽ കൂടെ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ചെറിയവനായ ഞാൻ വന്ന് നിങ്ങളുടെ സത്യപ്രതിജ്ഞയിൽ വന്ന് പ്രാർത്ഥിക്കാൻ എനിക്കതിന് പ്രേരണ തോന്നുന്നില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുവാനിടയായി. കഴിഞ്ഞ മാസം ഞങ്ങളുടെ ആരോ സഹോദരന്മാർ ഫറൂഖ് അബ്ദുള്ളയെ കാണാൻ ചെന്നപ്പോൾ അവരോട് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു ഇതുപോലൊരു ശാമുവേലുണ്ട്, ആളുടെ ആ കൂട്ടക്കാരാണോ? എന്നെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചിട്ട് അദ്ദേഹം വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേ കൂട്ടത്തിൽ തന്നെ. അപ്പം അദ്ദേഹത്തിന് ഇപ്പോഴും ആ ബഹുമാനമുള്ളിലുണ്ട്.